മെന്റൽ എബിലിറ്റിയിൽ ദിശയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കിയാലോ. മീര പി എന്ന ബിന്ദുവിന്റെ തെക്ക് ദിശയിലേക്ക് 10 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടക്കുന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നാൽ പി എന്ന ബിന്ദുവിൽ നിന്ന് എത്ര അകലെയാണ് മീര? ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. പക്ഷെ നമുക്ക് ഓരോ സെന്റൻസ് വെച്ച് വരച്ചെടുത്താൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാം. മീര പി എന്ന ബിന്ദുവിൽ നിന്ന്, പി എന്ന് പറഞ്ഞ ബിന്ദു, പി എന്ന ബിന്ദുവിൽ നിന്ന് തെക്ക് ദിശയിലേക്ക് 10 മീറ്റർ നടന്നു. തെക്ക് ദിശയിലേക്ക് 10 മീറ്റർ നടന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊരു 10 മീറ്റർ നടന്നു. ഇനി അത് കഴിഞ്ഞിട്ട് വലത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു. നമ്മൾ ഇങ്ങനെ നമ്മൾ എഴുതുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ വലത്ത് ഇതാണെങ്കിൽ ആ ആളുടെ ഇങ്ങോട്ട് വരുന്ന ആളുടെ വലത്ത് ഏതായിരിക്കും? ഇതായിരിക്കും. അപ്പൊ വലത്തോട്ട് തിരിഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് നമുക്കൊരു 4 ഇടാം. അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയല്ല നിൽക്കുന്നത്. ഇവിടുന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ സൈഡ്, അതായത് മുകളിലോട്ട് വീണ്ടും 10 മീറ്റർ നടന്നു. ഇനി ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു. വീണ്ടും ഇങ്ങോട്ട് നിൽക്കുന്ന ഇടത്തെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഈ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മുടെ നേരെ. അപ്പൊ ഇപ്പൊ പോയിരിക്കുന്ന ഒരാൾ നമ്മുടെ അതേ ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇടത്തെന്ന് പറയുമ്പോൾ ഏതായിരിക്കും? നമ്മുടെ ഇടത്ത് തന്നെ ആയിരിക്കും. അപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞ് 5 മീറ്റർ വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇപ്പം നമ്മുടെ മീര പിയിൽ നിന്ന് എവിടെയാണ് നിൽക്കുന്നത്? എങ്ങനെ കണ്ടുപിടിക്കും? ഇതാണ് പി. ഇവിടുന്ന് ഇത്രയും ദൂരം നമുക്ക് കിട്ടണം. ഈ 4 തന്നെ ആയിരിക്കും ഇവിടെ. അവിടുന്ന് വീണ്ടും ഒരു 5 കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും എവിടെ നിൽക്കുന്നത്? ഇവിടാണ് മീര നിൽക്കുന്നത്. 5ഉം 4ഉം 9 മീറ്റർ ഡിസ്റ്റൻസിലാണ് പിയിൽ നിന്ന് ഇപ്പം മീര നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, 9 ആണ് നമ്മുടെ ഉത്തരം.